നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് പറഞ്ഞു, ആയിഷ ഉപ്പയോട് അഥവാ അബൂബക്കറിനോട് ഇമാം നിൽക്കാൻ പറയാം. ആ സമയത്താണ് ആയിഷ പറയുന്നുണ്ട്, എൻ്റെ ഉപ്പ ലോലഹൃദയനാണ്, കടുപ്പം കുറഞ്ഞ മനസ്സുള്ള മൃദുഹൃദയനാണ്. എൻ്റെ ഉപ്പ ഇമാമ നിന്നാൽ കരീം റസൂലേ എന്ന് ആയിഷ പറയുന്നത്. അപ്പൊ പ്രവാചകൻ ആയിഷയോട് പറയുന്നത് അബൂബക്കർ തന്നെ ഇമാം നിൽക്കണം എന്ന് പറയുന്നുണ്ട്. നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനക്ക് പുറത്തായിരുന്നു. ഇമാം നിന്നത് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പാരായണം കേട്ടപ്പോൾ ശബ്ദത്തിലൊരു വ്യത്യാസം. അബൂബക്കറിന്റെ ആ പതിഞ്ഞ ശബ്ദമല്ല കേൾക്കുന്നത് എന്ന്, ഉമറിന്റെ ശബ്ദം. പ്രവാചകൻ ആയിഷയോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി? ഞാൻ പറഞ്ഞില്ല ആയിഷ അബൂബക്കറിനോട് ഇമാം നിൽക്കണമെന്ന്, അബൂബക്കറിന്റെ ശബ്ദമല്ലല്ലോ കേൾക്കുന്നത്. അപ്പോഴാണ് ആയിഷ പറയുന്നത്, ഉപ്പ മദീനയിലില്ല. നമുക്കറിയാം